റിലീജിയൻ എന്നാണ്, കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ എനിക്കുണ്ടാവുന്ന കുറേ സങ്കല്പങ്ങളാണ്. പക്ഷെ ഇപ്പൊ പറ്റിയിട്ടുള്ളത് എന്താണ്? പണ്ട് ജിയോഗ്രഫിക്കലി സെപ്പറേറ്റ് ആയിരുന്ന പല സ്ഥലങ്ങളും ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ, പണ്ട് കാലങ്ങളിൽ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ അല്ല, ഓവർ കമ്മ്യൂണിക്കേഷനായി അതിൽ തന്നെ വിഭാജ്യങ്ങളും വിഘടിച്ച കുറേ ഗ്രൂപ്പുകളുമായിട്ട് മാറി. അതിൽ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടമുള്ള തരത്തിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കാതൽ നഷ്ടപ്പെട്ടു, അതിൻ്റെ കാതൽ മനസ്സിലാക്കിയില്ല. അവർ തമ്മിൽ വിഘടിപ്പിക്കാൻ തുടങ്ങി. വിഘടിച്ചും വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ അതിനകത്ത് കൊണ്ടുവന്നു. ഇത് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ജാതി, മതം ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഇനി ഒരേ ആൾക്കാരിൽ തന്നെ, ഒരേ ഗ്രൂപ്പിൽ തന്നെ അവരുടെ സ്വഭാവം അനുസരിച്ചിട്ടുള്ള ഇഷ്ടങ്ങളാണ്. സ്വഭാവ പ്രഭവൈർ ഗുണൈ, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ്. ഓരോ ആളുടെ സ്വഭാവം അനുസരിച്ച് അവർ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചിട്ട് നമ്മൾ അവരുടെ വ്യത്യസ്തമായ ജാതി തരംതിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് വ്യത്യസ്തമായ മതങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു മതത്തിൽ തന്നെ അവരുടെ പണി അനുസരിച്ചിട്ട്, ഇപ്പം എൻ്റെ തലയിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് വിചാരിക്കാം. ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ബ്രാഹ്മണനാണ്, ബ്രഹ്മത്തെ അറിയുന്നവനാണ്. അറിവാണ് എൻ്റെ ലക്ഷ്യം, പഠിക്കലാണ് എൻ്റെ ലക്ഷ്യം. വേദാന്തകോ ബ്രാഹ്മണ, അറിവിനെ ആഗ്രഹിക്കുന്നവൻ ബ്രാഹ്മണനാണെന്നാണ്. അപ്പോൾ എൻ്റെ ജന്മം കൊണ്ടോ ഞാൻ ചെയ്യുന്ന പണി കൊണ്ടോ അല്ല, ഞാൻ എന്ത് ജോലിയിലും ആയാലും എപ്പോഴും എൻ്റെ ഫോക്കസ് അറിവിനാണെങ്കിൽ ഞാൻ ആരായി മാറി? ബ്രാഹ്മണനായിട്ട് മാറി. ഇപ്പം ജാതി മാത്രമല്ല, അതിനുള്ള സബ് ഡിവിഷൻസ് ഞാൻ പറയാണ്. എൻ്റെ ഫോക്കസ് പവറും പൊസിഷനും ഒക്കെയാണ്. ഞാൻ പവർ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ കൈയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ചെസ്റ്റ് ഭാഗം, അതാണ് എനിക്ക് പ്രാധാന്യം. എനിക്ക് പവർ വേണം, മാഷും ആവാം. ഞാൻ മാഷിൻ്റെ പണിയാണ് ചെയ്യണത്. പക്ഷെ എപ്പോഴും ഞാൻ നോക്കുന്നത് എപ്പോഴാണ് ഹെഡ് മാഷാവുകയെന്നാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ മാഷാണ്, എൻ്റെ ആഗ്രഹം എപ്പോഴാണ് വൈസ് ചാൻസലർ ആവുകയെന്നാണ്. അങ്ങനെയാണ് ഞാൻ ആരായി? അയാൾക്ക് വിദ്യാഭ്യാസമോ പഠിപ്പിക്കലോ ഒന്നുമല്ല ഇഷ്ടം. അയാൾ കുറേ പേരെ കൺട്രോൾ ചെയ്യുന്നൊരു ജോലിയാണ് ഇഷ്ടം. അയാൾക്ക് പവറും പൊസിഷൻ. അയാൾ ബ്രാഹ്മണൻ ലെവലിൽ നിന്ന് ക്ഷത്രിയനിലേക്ക് മാറി. അത് കുറഞ്ഞോ കൂടിയോ എന്നുള്ളതല്ല, അങ്ങനെ മാറും. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.